CPI 25-ാം പാർട്ടി കോൺഗ്രസിന് ചണ്ഡീഗഡിൽ തുടക്കം. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ലെന്നാണ് പാർട്ടി കോൺഗ്രസിലെ സംഘടനാ റിപ്പോർട്ടിലെ വിമർശനം. നേതാക്കൾ ഒരേ പദവിയിൽ തുടരുന്നത് മുരടിപ്പ് ഉണ്ടാക്കുന്നു. പാർട്ടിയിലെ പുരുഷ മേധാവിത്വ മനോഭാവത്തിൽ മാറ്റമില്ല എന്നും വിമർശനമുണ്ട്. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, പ്രതിനിധി സമ്മേളനം നാളെ ആരംഭിക്കാൻ പോവുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ സംഘടനാ റിപ്പോർട്ടിൽ, ഈ പ്രസീഡിയം ഉൾപ്പെടെ കാര്യങ്ങളിൽ തീരുമാനമായോ ബൽറാം? ഉന്മേഷ, പ്രസീഡിയം ഒപ്പം തന്നെ മറ്റ് കമ്മിറ്റികൾ എന്നിവ തീരുമാനിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് സമ്മേളന നഗരിയായ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ദേശീയ കൗൺസിൽ യോഗം ചേരും. അതിനുശേഷമായിരിക്കും ആ ഒരു യോഗത്തിലായിരിക്കും ഈ പട്ടിക അന്തിമമാക്കുക. അതേസമയം ഈ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള സംഘടനാ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ, റിപ്പോർട്ടിന്റെ പകർപ്പാണ് 24-ന് ലഭിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ആത്മവിമർശനം ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു സംഘടനാ റിപ്പോർട്ട് എന്നുള്ളത്. പാർട്ടിക്ക് താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, ശക്തി ആർജിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനമുണ്ട്. അതിൽ പല കാരണങ്ങളും അതിൽ നിരത്തുന്നു. നേതാക്കൾ ഒരേ പദവിയിൽ തന്നെ തുടർച്ചയായി തുടരുന്നത് പാർട്ടിയിൽ മുരടിപ്പുണ്ടാക്കുന്നു എന്നുള്ള ആത്മവിമർശനമുണ്ട്. കൂടാതെ പാർലമെന്ററി വ്യാമോഹം, ഒരു വിഭാഗം നേതാക്കൾക്ക് പാർലമെന്ററി വ്യാമോഹവും പാർട്ടിയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നു എന്ന വിമർശനം ഉണ്ട്. ബഹു സമരങ്ങൾക്കൊപ്പം തന്നെ സംഘടനാ തലത്തിൽ ശക്തി ആർജിക്കണമെന്നും പാർലമെന്ററി തലത്തിൽ പാർട്ടി കരുത്ത് ആർജിക്കാനുള്ള പ്രവർത്തനം ഉണ്ടാക്കണം എന്നുമുള്ള വിമർശനവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശവും ഈ റിപ്പോർട്ടിലുണ്ട്. രണ്ട് പ്രവർത്തനങ്ങളും ഒരേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിർദ്ദേശമാണ് ഈ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് പാർട്ടി ലിംഗസമത്വത്തെക്കുറിച്ച് പറയുമ്പോഴും പാർട്ടിയിൽ അത് പൂർണ്ണാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല എന്നും ചില നേതാക്കൾക്ക് ഇപ്പോഴും പുരുഷ മേധാവിത്വ പ്രവണതയുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് ചണ്ഡീഗഡിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.